ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വലിയ ശബ്ദ കോലാഹലവും ഒച്ചപ്പാടുകളുമൊന്നുമില്ലാതെ ശാന്തമായി ചില സമയങ്ങളിൽ കർത്താവ് നമ്മളോട് സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ആ ശബ്ദത്തെ നമ്മൾ എങ്ങനെയാണ് തിരിച്ചറിയുന്നത്? ദൈവവചനത്തിൻ്റെ അകത്ത് നിന്ന് ഒരു ഭാഗം നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവന്ന് ആ ഭാഗം ഒന്ന് വ്യാഖ്യാനിച്ച് ധ്യാനിച്ച് ചിന്തിച്ചു കഴിയുമ്പോൾ ഈ കാര്യത്തിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഒരു വ്യക്തതയുണ്ടാകും. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൻ്റെ അകത്ത് ദൈവശബ്ദം കേട്ട് മുന്നോട്ട് പോകുവാൻ തക്കവണ്ണം ഈ ഒരു വേദഭാഗം ഏറെ സഹായകമാകും. ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ജീവിതത്തിൻ്റെ യാത്രകളിൽ ചില സമയത്ത് വളരെ ശാന്തമായി ദൈവം നമ്മളോട് സംസാരിക്കാറുണ്ട്. ശാന്തമായും ഒറ്റയ്ക്കും. ഈ ഒറ്റയ്ക്കുള്ള ദൈവശബ്ദം കേൾക്കുന്ന ആ സന്ദർഭങ്ങളെക്കുറിച്ച് ഞാൻ ചിന്തിച്ചപ്പോൾ ദൈവവചനത്തിൻ്റെ അകത്ത് എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യമെന്ന് പറയുന്നത്, ഉൽപ്പത്തി പുസ്തകം മുതൽ ഏറ്റവും ഒടുവിലത്തെ പുസ്തകമായ വെളിപ്പാട് പുസ്തകം വരെ ദൈവഭക്തന്മാരായിരുന്ന ആളുകളൊക്കെ വ്യക്തിപരമായി ദൈവശബ്ദം കേട്ടവരായിരുന്നു. അല്ലെങ്കിൽ ദൈവം അവരോട് വ്യക്തിപരമായി സംസാരിക്കുന്ന സമയങ്ങളായിരുന്നു കൂടുതലും ഉണ്ടായിരുന്നത്. ഇന്ന് അതല്ല. ശാന്തമായി നമ്മളോട് സംസാരിക്കുന്ന കർത്താവ്. അത് നമ്മൾ എങ്ങനെയാണ് തിരിച്ചറിയുന്നത്? അതിൻ്റെ റിസൾട്ട് എന്താണ്? ഈ ഒരു കാര്യം നമ്മൾ ചിന്തിക്കുവാനായിട്ട് പോവുകയാണ്. ആ ഒരു മെസ്സേജിലേക്ക് പോകുന്നതിന് മുമ്പ് ചില സെക്കൻഡുകൾക്കുള്ളിൽ ഒരു കാര്യം പറയുകയാണ്. ജനുവരി മാസം 7-ാം തീയതിയാണ് നാട്ടിലേക്ക് തിരിച്ചെത്തുന്നത്. കുറേ പേരെന്നോട് മെസ്സേജ് അയച്ചു ഒക്കെ ചോദിച്ചു, പാസ്റ്റർ കുവൈറ്റിൽ നിന്ന് എന്നാണ് തിരിച്ചു പോകുന്നത്? 7-ാം തീയതിയാണ്. ദൈവം നിങ്ങളെയൊക്കെ സഹായിക്കട്ടെ. ഞാൻ ഇവിടെ വന്ന് ഒരുപാട് ആത്മീക സത്യങ്ങൾ ഞാൻ മനസ്സിലാക്കി. കർത്താവിനെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരെ കണ്ടുമുട്ടി. അതുപോലെ തന്നെ കൂടുതൽ ദൈവവചനം അനുസരിച്ചുകൊണ്ട് തയ്യാറായിട്ട് നിൽക്കുന്ന, അതിനുവേണ്ടി തയ്യാറായിക്കൊണ്ടിരിക്കുന്ന ഒത്തിരി പേരെ കാണാൻ ദൈവം സഹായിച്ചു. അതോടൊപ്പം തന്നെ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കുക. പ്രാർത്ഥിക്കാൻ തയ്യാറായിട്ടുള്ള കുറേ പേരെ ഞാൻ കണ്ടെത്തി. അവർ പ്രാർത്ഥിക്കുന്നവർ മാത്രമാണ്. ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് പ്രാർത്ഥിക്കുന്നവരെ മാത്രം ഉൾപ്പെടുത്തി ഈ അയക്കുന്ന പ്രാർത്ഥനാ വിഷയങ്ങൾ പ്രാർത്ഥിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. കാരണം നമ്മൾ ഈ വിഷയങ്ങളൊക്കെ കേട്ടിട്ട് വെറുതെ പ്രാർത്ഥിച്ചോളാം എന്ന് പറയുകയല്ല. ആത്മാർത്ഥമായിട്ട് കുറച്ച് സമയങ്ങളെങ്കിലും പ്രാർത്ഥന ചോദിക്കുന്നവരുടെ വിഷയങ്ങൾക്ക് വേണ്ടി ഗൗരവമായിട്ട് പ്രാർത്ഥിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. എനിക്ക് തന്നെ ഈ ഒരു കാര്യം മാനേജ് ചെയ്തുകൊണ്ട് പോകാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട് ഇപ്പം. കാരണം ധാരാളം ആളുകൾ പ്രാർത്ഥനാ വിഷയങ്ങൾ ദിവസവും വിളിച്ചു പറയുന്നു, അറിയിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അപ്പം കൂടുതൽ പ്രാർത്ഥിക്കുന്നവരായ കുറച്ച് പേരെ കണ്ടെത്തണമെന്നൊരു മനസ്സിൽ ചിന്ത തോന്നി. അതിനനുസരിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ദൈവം അതിനായിട്ട് കുറച്ച് ആൾക്കാരെ ഒരുക്കിക്കൊണ്ട് വന്നിട്ടുണ്ട്. ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായത്തിൻ്റെ 13 മുതലുള്ള ഒരു വേദഭാഗങ്ങൾ നമുക്ക് സുപരിചിതമായ ഒരു വേദഭാഗമാണ്. ആ ഒരു വേദഭാഗത്തിൻ്റെ അകത്ത് യെരുശലേമിൽ നിന്നും ഈ എമ്മവൂസിലേക്ക് യാത്ര ചെയ്തു പോകുന്ന 2 പേരെ നമുക്ക് കാണാനായിട്ട് പറ്റും. സത്യത്തിൽ അവരുടെ ആ ഒരു യാത്ര നിരാശയോടും ഭാരത്തോടും കൂടെ ആയിരുന്നു. കാരണം കർത്താവായ യേശു ക്രിസ്തു മരിച്ച് അടക്കപ്പെട്ടിട്ട് 3 ദിവസത്തോളം കഴിഞ്ഞു. ചിലരൊക്കെ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ കണ്ടെന്ന് അവരോട് പറഞ്ഞു. കാരണം അവർ പറയുന്നുണ്ട്, ഞങ്ങളുടെ ചില സ്ത്രീകള് കല്ലറയിൽ പോയി, അവർ ചെന്നപ്പം അവിടെ ദൈവദൂതന്മാരെ കണ്ടു, യേശു ഉയർത്തെഴുന്നേറ്റു എന്ന് കേട്ടു, ഞങ്ങൾ ഇതുവരെ ഇതൊന്നും കണ്ടിട്ടില്ല, അവിടുന്ന് മടങ്ങി വരുമെന്ന് ഞങ്ങൾ ഏറെ പ്രതീക്ഷിച്ചതാണ്. ഇങ്ങനെ പരസ്പരം എന്തൊക്കെയോ തർക്കിച്ചും വാദിച്ചും കൊണ്ട് അവർ പോവുകയാണ്. ഇവരാരാണെന്നുള്ള കാര്യം വ്യക്തമായിട്ട് എഴുതിയിട്ടില്ല. അവരിൽ ഒരാളുടെ പേര് ക്ലയോപ്പാവെന്ന് എഴുതിയിട്ടുണ്ട്. മറ്റൊരാൾ ആരാണെന്ന് അറിയില്ല. ചില വേദശാസ്ത്രിമാർ പറയുന്നത് ഇതൊരു ഭാര്യയും ഭർത്താവും ആയിരിക്കുമെന്നാണ്. പക്ഷെ അവിടെ അതൊന്നും എഴുതിയിട്ടില്ല. വചനത്തിൽ ഇല്ലാത്ത കാര്യം നമുക്ക് പറയാൻ പറ്റില്ല. വെറും അനുമാനങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ ഒരു തീരുമാനത്തിലേക്ക് വരുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ ഇവരാരും ആയിക്കൊള്ളട്ടെ, അതല്ല എൻ്റെ വിഷയം. എൻ്റെ വിഷയം എന്ന് പറയുന്നത് ശാന്തമായി സംസാരിക്കുന്ന ദൈവം. നമ്മുടെ പല ആളുകളുടെയും ധാരണയെന്ന് പറയുന്നത് വലിയ ബഹളത്തിൻ്റെ അകത്ത്, ഒച്ചപ്പാടിൻ്റെ അകത്തൊക്കെ ദൈവം സംസാരിക്കും എന്നുള്ളതാണ്. ആരാധനയ്ക്കകത്ത് കുറച്ച് ശബ്ദവും ബഹളവും ഒച്ചപ്പാടുമൊക്കെ ഉണ്ടെങ്കിലും അതവിടെ നിൽക്കട്ടെ, ഞാൻ അതിനൊന്നും എതിരല്ല. പക്ഷേ നമ്മുടെ ജീവിതത്തിൻ്റെ യാത്രകളിൽ ദൈവം നമ്മളോട് സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ആ ഒരു സമയം നമ്മൾ എങ്ങനെയാണ് തിരിച്ചറിയുന്നത്?
ഇവിടെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് ഇവർ തമ്മിൽ ഇങ്ങനെ തർക്കിച്ചും വാദിച്ചുകൊണ്ട് ഇങ്ങനെ യാത്ര ചെയ്ത് പോവുകയാണ്. അപ്പൊ ഇവരിങ്ങനെ യാത്ര ചെയ്ത് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവരുടെ കൂടെ യേശു കർത്താവ് നടന്നു എന്ന് നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ ഈ കർത്താവിനെ കാണാൻ അല്ലെങ്കിൽ തിരിച്ചറിയുവാൻ തക്കവണ്ണം കഴിയാതെ വണ്ണം അവരുടെ കണ്ണുകൾ നിരോധിച്ചിരുന്നുവെന്നും എഴുതിയിട്ടുണ്ട്. എന്തായാലും ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ കർത്താവാണ്. ആ കർത്താവ് അവരോട് കൂടെ ഇങ്ങനെ യാത്ര ചെയ്തു പോവുകയാണ്. നിങ്ങൾ ആ ഭാഗം ധ്യാനിക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും. എന്നിട്ട് അവരിങ്ങനെ തർക്കിച്ചും വാദിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവരോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്താണ് തർക്കിക്കുന്നത്? അപ്പൊ പറയാ, നീ മാത്രമേ ഉള്ളൂ ഇത് അറിയാത്തത് എന്നൊക്കെ പറഞ്ഞ് യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടു, അവിടുന്ന് മടങ്ങി വരുമെന്ന് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെയൊന്നും ഞങ്ങൾ കണ്ടില്ല. പക്ഷെ കല്ലറയിൽ പോയവർ പലരും സാക്ഷ്യം പറഞ്ഞു. ഇങ്ങനെയാണ് ആ ഭാഗം പോകുന്നത്. അവർക്ക് കർത്താവ് കൊടുത്ത മറുപടി എന്താണെന്നറിയാമോ? ആദ്യം, ഞാനാണ് ഉയർത്തെഴുന്നേറ്റ കർത്താവെന്നും എന്നിൽ നിങ്ങൾ വിശ്വസിക്കുന്നു എന്നൊന്നുമല്ല സംസാരിച്ചത്. അവിടെ സംസാരിച്ചത് മോശ തുടങ്ങി പ്രവചന പുസ്തകങ്ങളിലും എല്ലാ തിരുവെഴുത്തുകളിലും തന്നെക്കുറിച്ചുള്ളത് അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. ഈ ഭാഗമാണ് എന്നെ അത്ഭുതപ്പെടുത്തിയത്. കാരണം വളരെ ശാന്തമായി ന്യായപ്രമാണങ്ങളിൽ നിന്ന് ക്രിസ്തുവിനെ തെളിയിച്ച് അവിടെ കൊടുക്കുകയാണ്, അല്ലെങ്കിൽ തന്നെക്കുറിച്ചുള്ളത് അവർക്ക് തെളിയിച്ചു കൊടുക്കുകയാണ്. ഞാൻ ആ ഒരു കൃത്യമായ ആ ഒരു ഭാഗത്തിലേക്ക് ഞാൻ വരാം. അത് നിങ്ങളൊന്ന് മനസ്സിലാക്കുന്നത് സഹായകരമായിരിക്കും. അപ്പം ഇത് സംസാരിച്ച് തെളിയിച്ചു കൊടുത്തപ്പോൾ ഒന്നും അന്നേരം അവർക്ക് കാര്യം മനസ്സിലാകുന്നില്ല. പക്ഷെ പിന്നീട് അവർ പറയുന്ന ഒരു കാര്യമുണ്ട്, അവൻ നമ്മളോട് സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ നമ്മുടെ ഉള്ളം, നമ്മുടെ ഹൃദയം കത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നുള്ളത്. ഞാനൊരു കാര്യം പറയാം. ഈ ദൈവശബ്ദത്തെ നമ്മൾ എങ്ങനെയാണ് തിരിച്ചറിയുന്നത്? ദൈവം നമ്മളോട് ഇടപെടുന്നതിനെ നമ്മൾ എങ്ങനെയാണ് തിരിച്ചറിയുന്നത്? ഞാനൊരു കാര്യം പറയട്ടെ എൻ്റെ പ്രിയപ്പെട്ടവരെ. ഒന്ന്, വചനത്തിലൂടെ ദൈവം ഇടപെടും. രണ്ട്, ദൈവം നമ്മളോട് സംസാരിക്കുമ്പോൾ നമ്മുടെ അകത്ത് നമുക്കത് സെൻസ് ചെയ്യാനായിട്ട് പറ്റും. കാരണം അവർ പറയുന്നൊരു കാര്യമുണ്ട്, അവിടുന്ന് നമ്മളോട് സംസാരിച്ചപ്പോൾ നമ്മളുടെ ഉള്ളം കത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ശാന്തമാണെങ്കിലും ആ റോഡിലൂടെയുള്ള യാത്രയാണെങ്കിലും സാധാരണമായ ഒരു സംഭാഷണമാണെങ്കിലും ആ സംഭാഷണത്തിൻ്റെ അകത്ത് ഒരു ഇന്നർ ട്രാൻസ്ഫർമേഷൻ ഉണ്ടായി, അല്ലെങ്കിൽ ഒരു അകത്ത് ഒരു ദൈവിക ഇടപെടലുണ്ടായി. ശരിക്കും ദൈവം എങ്ങനെയാണ് സംസാരിക്കുന്നത്? ഞാൻ സ്നേഹത്തോടെ ഞാൻ പറയാം, ഒരു ദൈവവചന ശുശ്രൂഷ, ഒരു ആത്മീക കൂട്ടായ്മ, ഇതിൻ്റെ അകത്ത് യഥാർത്ഥമായി ദൈവം നമ്മളോട് ഇടപെടുമ്പോൾ നമ്പർ 1, നമ്മുടെ അകത്ത് ഈ വചനം ഇടപെടും, അകത്ത് സംസാരിക്കും. എങ്ങനെയാണ് യഥാർത്ഥമായ ഒരു ദൈവവചന ശുശ്രൂഷയെ, യഥാർത്ഥമായ ഒരു ആത്മീക സാന്നിധ്യമുള്ള ഇടത്തെ നമ്മൾ എങ്ങനെയാണ് തിരിച്ചറിയുന്നത്? നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്ന ഒറ്റ കാര്യം, നമ്മുടെ അകത്ത് ഇത് സംസാരിച്ചു കൊണ്ടിരിക്കും, അകത്ത് ഇടപെട്ടുകൊണ്ടിരിക്കും. കാരണം ദൈവത്തിൻ്റെ വചനം എല്ലായ്പ്പോഴും മനുഷ്യ ഹൃദയങ്ങളെ രൂപാന്തരപ്പെടുത്തുന്നതും പരിവർത്തനം ചെയ്തുകൊണ്ടിരിക്കുന്നതുമാണ്. ഒത്തിരി പേര് ദൈവമില്ലാത്തവരെന്ന് പറഞ്ഞ് ഒക്കെ ഇങ്ങനെ പല കാര്യങ്ങൾ പറയുമ്പോൾ ഞാൻ ഇതൊക്കെ കേട്ട് ശരിക്കും ചിരിക്കാറുണ്ട്, അത്ഭുതപ്പെടാറുണ്ട്. നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ അകത്ത് ശരിക്കും ദൈവം ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. ദൈവം ഇടപെടുന്ന ധാരാളം ആൾക്കാരെ ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും. നിങ്ങൾക്കറിയാമായിരിക്കും, കുറച്ച് മാസങ്ങളായി ശരിക്കും ദൈവം പറഞ്ഞിട്ട് തന്നെ ഞാൻ തുടങ്ങിയ ഒരു സംഭാഷണമാണ് ഈ ഒരു ടോക്ക്. ഇതിൻ്റെ അകത്ത് വലിയ ബഹളമോ വിടുതലിൻ്റെ പ്രാർത്ഥനയോ അത്ഭുത രോഗശാന്തിയോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കാര്യവും ഈ ഒരു ശുശ്രൂഷയിൽ നിങ്ങൾ കണ്ടിട്ടില്ലായിരിക്കും. ഞാൻ വളരെ ചുരുക്കമായിട്ട് മാത്രമേ ഏറ്റവും ഒടുവിൽ ഒരു പ്രാർത്ഥന പോലും ഇല്ല, ചിലപ്പോൾ പ്രാർത്ഥിക്കാറ് പോലും ഇല്ല എന്നുള്ളതാണ് സത്യം. പക്ഷേ ദൈവവചനം കേൾക്കുന്ന ധാരാളം ആളുകൾ പേഴ്സണലി വിളിച്ചു പറഞ്ഞു. പല സ്ഥലത്ത് വെച്ച് അവരെ കണ്ടപ്പോൾ അവർ പറഞ്ഞു, ഈ വചനം ഞങ്ങളോടുള്ളതായിരുന്നു, ഞങ്ങളെ ഹൃദയത്തോടുള്ളതായിരുന്നു, കടന്നു പോകുന്ന സാഹചര്യങ്ങളിലുള്ളതായിരുന്നു. ഒത്തിരി പേര് അങ്ങനെ വിളിച്ചിട്ട് പറയുകയുണ്ടായി. ഒരു സ്ഥലത്ത് ഒരു വലിയ കുടുംബ പ്രശ്നം ഉണ്ടായി, അവര് തകർന്നിരിക്കെ പിന്നെ മനുഷ്യന്റെ കോപം ദൈവത്തിന്റെ നീതിയെ പ്രവർത്തിപ്പിക്കുന്നില്ല എന്ന് പറയുന്ന ഒരു മെസ്സേജ് കൃത്യമായിട്ട് കേട്ട് അവരെന്നെ വിളിച്ച് അവർ തമ്മിൽ രമ്യതപ്പെട്ടിട്ട് പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത്, ഞങ്ങൾക്ക് വേണ്ടതായിരുന്നു. അപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി, ഒച്ചപ്പാടോ ബഹളമോ
ശബ്ദ കോലാഹലങ്ങളോ ഒന്നുമല്ല. ഈ പറയുന്ന ഞാനും ഒന്നുമില്ല, കേൾക്കുന്ന നിങ്ങളും ഒന്നുമില്ല. പക്ഷെ വചനത്തിൻ്റെ അകത്ത് ഒരു ദൈവിക ജീവനുണ്ട്. കാരണം ഇത് ശക്തിയേറിയ വചനമാണ്. ഈ വാക്കുകൾ ദൈവത്തിൻ്റെ സ്വന്തമാണ്. ദൈവത്തിൻ്റെ വായിൽ നിന്ന് പുറപ്പെട്ട വചനമാണ് ഈ വചനം. ഇത് നമ്മളെ രൂപാന്തരപ്പെടുത്തുന്നതാണ്. അപ്പൊ ഇവർ പരസ്പരം പറയുന്ന ഒരു കാര്യമുണ്ട്. അവിടുന്ന് നമ്മളോട് സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ നമ്മുടെ ഹൃദയം കത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നുള്ളതാണ്. അതിനപ്പുറത്തൊന്നും കർത്താവ് അവരോട് പറയുന്നില്ലെന്നുള്ളതാണ് എന്നെ അതിശയിപ്പിച്ച മറ്റൊരു കാര്യം. അപ്പം ഞാൻ ഇതിൻ്റെ അകത്തുനിന്ന് കുറച്ച് ആത്മീക ചിന്തകൾ നിങ്ങളോട് പറയാം. ദൈവവചനം പഠിക്കാനും വായിക്കാനും നമ്മൾ സമയം കണ്ടെത്തണം. വ്യക്തിപരമായ ധ്യാന സമയങ്ങൾ, തിരുവചന ധ്യാന സമയങ്ങൾ നിങ്ങൾ ഓരോരുത്തരും കണ്ടെത്തണം. അത് ആത്മീക വർധനവിന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പം അതുമാത്രമല്ല, പഴയ നിയമ പുസ്തകങ്ങളിൽ നിന്നെല്ലാം കണ്ടോ ക്രിസ്തുവിനെ. ഞാൻ ആ പുതുവത്സരവുമായിട്ട് ബന്ധപ്പെട്ട് നൽകിയ ഒരു സന്ദേശം നിങ്ങൾ കേട്ട് കാണും. അത് പുറപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിലെ പഴയ നിയമ ആചാരമായ പെസഹായുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു മെസ്സേജ് ആയിരുന്നു. പക്ഷെ അതിൽ നമുക്ക് ക്രിസ്തുവിനെ കാണാനായിട്ട് പറ്റും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആ കർത്താവായ യേശു ക്രിസ്തുവിനെ നമ്മൾ കാണുക, അവിടുന്ന് പറഞ്ഞത് അനുസരിക്കുക, അവിടുത്തെ കൽപ്പനകൾ നമ്മൾ അനുസരിക്കുക, അതിനനുസരിച്ച് നമ്മുടെ ജീവിതം ക്രമപ്പെടുത്തി മുന്നോട്ട് പോവുക, വ്യക്തിപരമായി ദൈവത്തോടുള്ള ബന്ധത്തിൻ്റെ അകത്ത് നമ്മൾ വളരുക എന്നുള്ളതാണ്. അപ്പോൾ അടുത്തത് നമുക്ക് അവിടെ കാണാനായിട്ട് പറ്റുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഈ കർത്താവ് അവരിൽ നിന്ന് ദൂരെ പോകുന്ന ഒരു ഭാവം കാണിച്ചു. അവര് വിളിച്ചു, വീട്ടിലേക്ക് കയറ്റി, ഭക്ഷണം കഴിച്ചു, പിന്നീട് കാണാതായി. അങ്ങനെയാണ് അവിടെ എഴുതിയിരിക്കുന്നത്. നിർബന്ധിച്ചു എന്നുള്ളതാണ്. ഞാൻ ആ ഭാഗത്ത് നിൽക്കുന്നില്ല. ഞാൻ ഇനിയും പറയാനായിട്ട് വന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗത്തിലേക്ക് നമുക്ക് വരാം. ഇവര് ഈ ഒരു സത്യം തിരിച്ചറിഞ്ഞു കഴിഞ്ഞപ്പോൾ, എന്ത് സത്യം? ഉയർത്തെഴുന്നേറ്റത് ക്രിസ്തുവാണെന്ന്, ഉയർത്തെഴുന്നേറ്റ കർത്താവാണ് അവരുടെ മുമ്പിൽ നിൽക്കുന്നത് എന്നുള്ള സത്യം അവർ തിരിച്ചറിഞ്ഞു കഴിഞ്ഞപ്പോൾ സംഭവിച്ചത് എന്താണെന്ന് അറിയാമോ? ആ നാഴികയിൽ തന്നെ അവർ എഴുന്നേറ്റ് യെരുശലേമിലേക്ക് മടങ്ങിപ്പോകുന്നു. ഞാനൊരു കാര്യം പറയാം. ദൈവവചനം ഒരു വ്യക്തിയുടെ ജീവിതത്തിൻ്റെ അകത്ത് ഇടപെട്ടാൽ, ദൈവം ഒരു വ്യക്തിയെ രൂപാന്തരപ്പെടുത്തിയാൽ ഒരു റിസൾട്ട് ഉണ്ടാകും. അതിന് ഉറപ്പായിട്ട് ഒരു റിസൾട്ട് ഉണ്ടാകും. ദൈവം സംസാരിച്ചതാണെന്ന് എങ്ങനെ മനസ്സിലാകും? ഒരു റിസൾട്ട് ഉണ്ടാകും. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ വളരെ ശ്രദ്ധാപൂർവം നിങ്ങൾ കേൾക്കുക. അവരുടെ യാത്രയുടെ ആ ഷെഡ്യൂൾ തന്നെ മാറ്റി അവർ മടങ്ങി വന്നു, മറ്റുള്ളവരോടുകൂടെ ആയിരുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തി. പിന്നീട് സംഭവിക്കുന്ന അനന്തര സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇതേ കാര്യം തന്നെ മറ്റൊരു സ്ഥലത്ത് നമുക്ക് കാണാനായിട്ട് പറ്റും. ആരാണെന്നറിയാമോ? യേശു കർത്താവിൻ്റെ ജനനത്തിങ്കൽ തന്നെ അന്വേഷിച്ച് കിഴക്ക് നിന്ന് വന്ന വിദ്വാൻമാർ. ആ വിദ്വാൻമാരോട് ഹേരോദാബ് വിവരങ്ങളെല്ലാം ചോദിച്ചിട്ട് പറഞ്ഞു, പോയി കണ്ട് എവിടെയാണ് ജനിച്ചതെന്നെല്ലാം പറഞ്ഞിട്ട് തിരിച്ചു വന്ന് ഞങ്ങളുടെ സ്ഥലം, ലൊക്കേഷനൊക്കെ ഒന്ന് അറിയിക്കണം എന്ന് പറഞ്ഞു. പക്ഷെ പിന്നീട് നമ്മൾ കാണുന്നത്, സ്വപ്നത്തിൽ അവർ കരുളപ്പാടുണ്ടായി. അവർ ഗലീല ദേശങ്ങളിലേക്ക് മാറി, അല്ലെങ്കിൽ അവര് വഴിമാറിപ്പോയി എന്ന് നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ചില ദൈവിക ഇടപെടലുകൾ നമ്മുടെ ജീവിതത്തെ വഴിമാറ്റി വിടുന്നതാണ്, നമ്മുടെ പാതകളെ നേരെയാക്കുന്നതാണ്, ശരിയായ വഴികളിലേക്ക് നമ്മളെ എത്തിക്കുന്നതാണ്. ശരിക്കും ദൈവം നമ്മളോട് സംസാരിക്കുന്ന വചന ശുശ്രൂഷകൾ, ദൈവം നമ്മുടെ ജീവിതത്തിൻ്റെ അകത്തെ ദൈവിക ഇടപെടലുകൾ, ഞാൻ ഉറപ്പായിട്ട് പറയാം, നമ്മുടെ വഴികളെ മാറ്റുന്നതാണ്, നമ്മുടെ പാതകളെ നേരെയാക്കുന്നതാണ്, ശരിയായ വഴികളിലേക്ക് നമ്മളെ എത്തിക്കുന്നതാണ്. ഞാൻ ഈ സന്ദേശം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വളരെ സ്നേഹത്തോടെ ഞാൻ പറയാം, ദൈവം നമ്മളോട് ശാന്തമായി സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അവർ തർക്കിച്ച കാര്യത്തിൻ്റെ അവർ സംശയിച്ച കാര്യത്തിൻ്റെ അകത്ത് അവർക്ക് ആ ഒരു ക്ലാരിറ്റി കർത്താവ് അവർക്ക് നൽകി കൊടുത്തു. നിങ്ങൾ ഒരിക്കലെങ്കിലും ദൈവത്തെ സ്നേഹിച്ചിട്ടുള്ള വ്യക്തിയാണെങ്കിൽ, അവിടുത്തെ പാദപീഠത്തിൽ ഇരുന്നിട്ടുള്ള വ്യക്തിയാണെങ്കിൽ, ഞാൻ സ്നേഹത്തോടെ പറയാം, നിങ്ങളുടെ യാത്രകളിൽ നിങ്ങൾ തെറ്റിപ്പോകുന്ന വഴികളിൽ, ശരിയല്ലാത്ത പാതകളിൽ പോകുമ്പോൾ അവിടുന്ന് നിങ്ങളെ കറക്റ്റ് ചെയ്യുകയും മടക്കി കൊണ്ടുവരികയും ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അവർ എടുത്ത നല്ല ഒരു തീരുമാനം, ഞങ്ങൾ മടങ്ങിപ്പോകും എന്നുള്ളതാണ്. ചില തീരുമാനങ്ങളിലേക്ക് നമുക്ക് മടങ്ങി വരാം. ചില നല്ല ഉചിതമായ ചില തീരുമാനങ്ങൾ നമുക്കെടുക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു.